പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. വഖഫ് ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട KS ഹംസയ്ക്ക് ആറ്റൂർ അറഫ സ്കൂളിൽ വൻ സ്വീകരണവും ആദരവും നൽകി. കേരള സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട KS ഹംസയ്ക്ക് ആറ്റൂർ അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കൂടിയായ KS ഹംസ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ മുഖത്തേക്കുമാണ് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. കാരണം ഈ പരിപാടിയിലെ അനുമോദന യോഗത്തിൽ ആഹ്ലാദം ഉൾക്കൊള്ളുക എന്നതിൻ്റെ അപ്പുറത്ത് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥികളിൽ നിന്ന് നാളെ ചെയർമാനും ക്യാബിനറ്റ് റാങ്കും ഒക്കെയുള്ള പ്രഗത്ഭരായി ഉയർന്നു വരുന്ന എത്ര വിദ്യാർത്ഥികളുണ്ടാവും, അതിനിത് പ്രചോദനമായി തീരട്ടെ എന്നതാണ് എന്നെ വധിക്കുന്ന വികാരം. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, മുന്നിലിരിക്കുന്ന കസേരയിലേക്ക് മാറി മാറി കയറും, വേഗം കയറിയിരിക്കാൻ വ്യഗ്രത കാണിക്കുന്ന കുട്ടികൾ ആരൊക്കെയെന്ന് ഞാൻ അങ്ങനെ നോക്കും എപ്പോഴും. അവരിൽ ഒരു അഹമഹമിഹ എന്ന് പറയും സംസ്കൃതത്തിൽ, ആ ഒരു മത്സരബോധമുണ്ടാവും. അത്തരം കുട്ടികളിൽ നേരെ മുന്നിൽ വേഗത്തിൽ ഞാൻ ഫ്രണ്ടിലെത്തണം, ഞാൻ മുന്നിലേക്ക് എത്തണം. മുന്നിലേക്ക് ഇരിക്കാൻ പറയുന്ന സമയത്ത് ഒന്ന് മടിച്ച് നിൽക്കുമ്പോൾ ഞാൻ വേണോ, അവൻ പോയിട്ടിരിക്കട്ടെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൾ അവിടെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവൾ തന്നെ ഇരിക്കുള്ളൂ. നമ്മൾ പിന്നിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കും. അധ്യാപകർ പറഞ്ഞാലും ഫ്രണ്ടിൽ വന്നിരിക്കുമെന്ന് പറയുമ്പോഴേക്ക് വേഗത്തിൽ ഫ്രണ്ടിൽ ഇരിക്കാൻ താല്പര്യം കാണിക്കണം. അത് ഈ സമയത്ത് പറയുന്നത് പ്രസക്തമാണ്. മുന്നിലേക്കെത്തുവാൻ, മുന്നിൽ നടക്കുവാൻ, ആദ്യമെത്തുവാൻ, എവിടേക്കെത്തുവാൻ, ഉയരത്തിലേക്ക് പോകുവാൻ ഉത്സാഹം എന്നത് ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ശീലിപ്പിച്ചെടുക്കാൻ കഴിയണം. ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സന്തോഷകരമായ ഒരു നിമിഷമാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. തീർച്ചയായും, കാരണം നമ്മുടെ ജനറൽ സെക്രട്ടറി അറഫയുടെ പേര് എല്ലായിടത്തും അറഫയുടെ പേര് ഉയർത്തുവാൻ ഈ ഒരു സ്ഥാനലബ്ധി തീർച്ചയായിട്ടും കഴിഞ്ഞു. അതിൽ നമ്മളെല്ലാവരും സന്തോഷവാനാണ്. ഈ ഒരു നിമിഷത്തിൽ വളരെ സന്തോഷിക്കുന്നു. അത് എങ്ങനെ പ്രകടിപ്പിക്കുക എന്നറിയില്ല. അങ്ങനെ അധികം സന്തോഷത്തിലാണ് അറഫ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ. സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്നാമതായി ഈ പോസ്റ്റിൽ വരുന്നവർക്ക് അത്യാവശ്യം വിവരം, ദീനീ കാര്യം അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ അറിവ് വേണം, മറ്റുള്ള പൊതുകാര്യങ്ങളിൽ വേണം, പിന്നെ കുറച്ച് നീതി ന്യായ കാര്യങ്ങളിലൊക്കെ വേണം, അതുപോലെ തന്നെ നിയമകാര്യങ്ങളിൽ വേണം. അത്യാവശ്യത്തിന് ഇതെല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. കാരണം കുറേ വർഷങ്ങളായി നമ്മുടെ ക്യാമ്പസുകളിൽ എല്ലാവർക്കും പരിചിതനാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടും അദ്ദേഹം പരിചിതനാണ്. പിന്നെ വേറൊന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുടുംബ കോടതി വഴക്ക് പ്രശ്നങ്ങൾ, അതുപോലെ മഹല്ലുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് പരിഹരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി വഖഫ് ബോർഡ് ചെയർമാൻ്റേതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ കുറേ കാലമായ പിന്നെ അദ്ദേഹം മറ്റേ കുടുംബകാര്യങ്ങൾ, കുടുംബ വഴക്കുകൾ, മറ്റുള്ള മധ്യസ്ഥകൾ, ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് വളരെ വിജയകരമായി അതൊക്കെ പര്യവസാനിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെയും അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വഖഫ് ബോർഡിന് തീർച്ചയായിട്ടും അതൊരു മുതൽക്കൂട്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ അദ്ദേഹത്തിന് മൊമന്റോ സമർപ്പിച്ചു. BEd കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷഹന AM അദ്ദേഹത്തെ ഷോൾ അണിയിച്ച് ആദരിച്ചു. വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ഭാരവാഹികളായ KM മുഹമ്മദ്, അബ്ദുൽ ലത്തീഫ്, MV സുലൈമാൻ, മുള്ളൂർക്കര വാർഡ് മെമ്പർ മുഹിയുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ രമാസി നന്ദി രേഖപ്പെടുത്തി. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ സ്വീകരണ സംഗമത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് CCV.